വെൽക്കം ബാക്ക് ടു റിയൽ ഗെയിമിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കും. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവരുടെയും കൂട്ടി ഇതെന്തോ ബുക്ക് അതുകൊണ്ടോ തറയോ ഇതെന്തോ ബുക്കാണ് കമൻറ്റ് ചെയ്യും. ഇതെന്തോ സംഭവം മനസ്സിലായോ? എന്താണ് സംഭവം? അടച്ചു ഇവിടെ നോക്കാം. ഇവിടെ ഒരു ബുക്ക് കാണുന്നല്ലോ. എന്താണുള്ള ബുക്കാന്ന് എനിക്ക് അറിയത്തില്ല. ഇതെന്നുള്ള ബുക്കാ? ഇപ്പൊ കാണിച്ചെന്ത് ഇതെന്തോത്തിന്റെ ബുക്ക്? മനസ്സിലായില്ല. എന്തെങ്കിലും എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഗൈസ്. ചുമ്മാ എന്തിനാ ഈ ബുക്ക്? ഞാൻ പറയാൻ വിട്ടുപോയി. ഇതുകൊണ്ട് വീണ്ടും കൈ കയറി. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് ഞാൻ മുമ്പേ മൈൻക്രാഫ്റ്റ് എന്നാണ് പറഞ്ഞല്ലേ. സോറി ഗൈസ്. ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. വീണ്ടും ഒന്നല്ല, ആദ്യത്തെ സർവൈവൽ വേർഡ്. അപ്പോൾ എല്ലാവരുടെയും കൂട്ട് ഞാൻ ആദ്യം മരമ്പെട്ട് പണി തുടങ്ങട്ടെ. ഉണ്ടാക്കിയിട്ട് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് വീട് നമുക്ക് പണിയാണ്. നൈറ്റ് ആവുന്നതിന് മുമ്പ് പുതിയ റെസിപ്പി ഓണായെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ഒരു പ്രശ്നം എന്ന് ഞാൻ പറയാം. റെസിപ്പി ഓൺ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. പുറമേല് ക്രാഫ്റ്റിംഗ് ടേബിൾ റെസിപ്പിക്കെത്തുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഇച്ചിരി മരം വെട്ടി. നേരം എത്രയായി? ഇരുട്ടാറൊക്കെ ആയി. അപ്പം നമുക്ക് ഇതും വെച്ച് ബ്ലോഗ്സ് ഉണ്ടാക്കാം ഗൈസ്. ഈ ബുക്ക് എന്തോ എനിക്ക് എക്സ്പെൻസീവ്. ഞാൻ കളഞ്ഞു കഴിഞ്ഞ്. എവിടെ എൻ്റെ പാവം ബുക്ക് കുഞ്ഞുങ്ങൾ? യെസ്, ഇനി കിട്ടുമെന്ന് നോക്കണ്ടേ. ഇതും പോയി ഞാൻ കണ്ടിട്ടില്ലല്ലോ. സംഭവം എന്തെങ്കിലും നമുക്കൊരു മരം കിട്ടിയിട്ടുണ്ട് നടാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന്. ഇനി നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം ഗൈസ്. ഞാൻ ഇതെന്തിനെടുത്ത് തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഒരു ആക്സ് ഉണ്ടാക്കണം ഗൈസ്. ഈ ചെയറോ ഇപ്പോഴും കണ്ടു വന്നോ ഗൈസ്? ഞാൻ ഈ ചെയറൊക്കെ ഇതിന് മുമ്പേ പോലും കണ്ടിട്ടില്ല. ഈ ചെയർ കണ്ടു. എനിക്കിതുണ്ടാക്കുന്ന ഇപ്പോഴത്തെ വലിയ സംഭവമാണ്. ചുറ്റിക എന്തിനുള്ള? ചുറ്റിക എന്തിന്? ഒരു മരം നമുക്ക് മരം പറയാം. നമുക്ക് മരം കുറേ വേണം ഗൈസ്. നമ്മുടെ ആദ്യത്തെ വീട് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ നല്ല പട്ടിപ്പണിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഡയറക്റ്റ് നമുക്ക് ക്രിയേറ്റീവായിട്ടും കളിച്ചാൽ പോരെ. അതിനൊരു സുഖമില്ല ഗൈസ്. അതുകൊണ്ടാണ് നമുക്ക് വീടൊക്കെ ആവശ്യത്തിനുള്ള അത്ര വലിയ വീട് നമുക്കൊന്നുമില്ല. നമ്മൾ സ്റ്റാർട്ടിങ്ങില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ നഷ്ടപ്പെട്ടു. സബ്സ്ക്രൈബ് ഉള്ളടെ 6 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കട മൈൻഡ് വന്നേ? കൊണ്ടാ പരസ്യം വന്നടാ. ചേട്ടാ പരസ്യം കൊണ്ട് നിർത്ത് ചേട്ടാ. ഞാൻ കട്ട് ചെയ്ത് പരസ്യം നിന്ന്. നമുക്ക് സ്റ്റോൺ എല്ലാം ഇനി കളക്ട് ചെയ്യണം. കുട്ടാപ്പി നേരിടാ
പുളിച്ചല് പട്ടിയില്ലേ പട്ടി ഉപദ്രവിക്കില്ല നമ്മൾ പട്ടി ഉപദ്രവിക്കില്ല മുട്ടയല്ലേ ഇങ്ങോട്ട് മുട്ടയല്ലല്ലോ പോട്ടെ നിനക്കെന്തോടാ നീ എന്തോടാ എനിക്ക് ഞാൻ മുറിച്ച മരം ഞാൻ വെട്ട് ബോണം എല്ലാം ഉണ്ടെങ്കിൽ ആ പട്ടി കൊടുത്ത് നമ്മളെ സൈഡാക്കായിരുന്നു ആ പട്ടി അടിപൊളി നമ്മളെവിടുത്തെ നല്ല ശകനമാണല്ലേ ഇനി നമുക്ക് മുറിച്ചുകൊണ്ടിരുന്ന മരത്തിൻ്റെ ബാക്കി മുറിക്കാൻ പോകും ഇത് മുറിച്ച് നമുക്ക് നേരെ സന്ധ്യാവാറായി നമുക്ക് അടുത്ത ദിവസം ഇത് നമ്മുടെ ബെഡ് ഉണ്ടാക്കണം നമ്മളിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് അവിടെ നിന്ന് ഒരു ഇതുണ്ടാക്കട്ടെ ഒരു കച്ചട ആവശ്യമുണ്ട് എന്തായാലും ഇനി ഇതിൻ്റെ ഒരാവശ്യം പ്രത്യേകിച്ച് ഇനി നമുക്കൊന്നുമില്ല പറഞ്ഞ ബ്ലോർത്ത് കുറേ ഇതുണ്ടല്ലോ ഓക്കെ ഇതും പറ്റിയൊരു വീടുണ്ടാക്കണം സന്ധ്യ നേരം വൈകാറായി ചേട്ടൻ നേരം വൈകിയില്ലേ ഇവിടെ എല്ലാവരും ചെയ്യുന്ന പോലെ എൻ്റെ ഫസ്റ്റ് താജ്മഹൽ ഞാൻ പണിയാണ് ഇതാരും ഇവിടെ കൊണ്ട് ചിട്ടൻ ഇത് പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ താജ്മഹൽ ഞാൻ പണിഞ്ഞ് തീരുന്നതിനും സോംബി മറ്റേ ക്രീപ്പർ മാമന്മാരൊക്കെ വരും ഇത് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് വീടുണ്ടാക്കാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് 2 ബ്ലോക്കിനുള്ള എല്ലാം ഉണ്ട് പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായി ഗൈസ് ഇതൊന്നുമില്ല എവിടെയെങ്കിലും ക്രീപ്പർ മാമന്മാർ വരും രാവിലെ ഒരു കുത്തിരിക്കുള്ള നമുക്ക് കുത്തിരിപ്പല്ലേ ഞാൻ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെ വെറുതെ ബോർഡ് ചെയ്യുന്നില്ല ഉടച്ചു എന്നാ കയറി അപ്പോൾ നമ്മൾ ജനൽ പോലെ വലിയ സാധനങ്ങൾ കാണാൻ പറ്റുമെന്നാണ് വെച്ചത് പക്ഷെ ഇങ്ങനെ വെച്ച വെള്ളനൊക്കെ വന്ന് കയറി നിരങ്ങും അപ്പോൾ ഇപ്പോഴാണ് ഗൈസ് ശരിയായി ഇനി നമുക്ക് നാളെ രാവിലെ കാണാം ഗൈസ് കുറേ സാധനങ്ങളുണ്ട് ഗൈസ് പക്ഷെ ഇനി നാളെ രാവിലെ ആവുന്ന വരെ കാത്തിരിക്കണം ഗൈസ് ഇല്ല നമുക്കിപ്പോൾ ഒരു പണി നമുക്ക് ഇങ്ങനെ രാവിലെ ആക്കാം എൻ്റെ അടുത്താണ് കളി എനിക്ക് ആദ്യം ഒന്ന് തോന്നി എന്നാലും സുഖമില്ലായിരുന്നു പക്ഷേ ക്രീപ്പർമാവന അമ്മാവൻ തന്നെ ഇവിടെ നിന്ന് കുളിക്കണം എൻ്റെ കിട്ടണം അവിടെ അപ്പോൾ ഞാൻ വീണ്ടും കുഴികളിൽ ആടിനെ തപ്പി ഇറങ്ങണം ഈ ആട് തപ്പി ഇറങ്ങണം
മുമ്പ് ഇതെന്തോന്ന് അറിയാത്ത സാധനങ്ങളൊക്കെ പറയട്ടെ. അപ്പോൾ നമ്മൾ ഡോറാക്കാൻ പോകുന്നു ഗൈസ്. നമ്മൾ ഡോറാക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? നമ്മൾ കാവും മണക്കണം. എന്തോത്തിൻ്റെ വോയിസ് നമ്മുടെ ഡോറ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നു. ഡോറൊന്നും വെച്ചിട്ടില്ല ഗൈസ്. ഇനി നമുക്കിത് ഇവിടെ വെക്കാം ഗൈസ്. അങ്ങനെയും ഇരിക്കട്ടെ ഗൈസ്. നമ്മളെന്തിനാ അത് നോക്കുന്നു? ഓർമ്മയേ ഉള്ളല്ലേ, അതുകൊണ്ട് ഗൈസ് നമ്മൾ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു ഗൈസ്. ഇവിടെ വെച്ചു ഗൈസ്. നമ്മളിതിൻ്റെ മണ്ട കയറി ബാക്കി പണി നിർവഹിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അടി ബേസ്മെൻറ്റ് വെച്ച് പോകില്ലേ, മണ്ടയ്ക്ക് നമ്മൾ റൂമാക്കാനാണ് ഗൈസ് പോകുന്നത്. അങ്ങനെയൊക്കെ പറയണം. അത് കഴിഞ്ഞ് ബ്ലോക്കും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് പണി പാടുന്നത്. ഗൈസ് മരം വെള്ളം ഗൈസ്. ഇനി നമുക്ക് കോളുണ്ടാക്കണം. കോളുണ്ടാക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആയുധത്തിൽ ഒരായുധം ഉണ്ടാക്കണം. ഇതുണ്ടാക്കാതെ നമ്മൾ പോയാൽ നമ്മൾ ഇപ്പോൾ ഇനി ആക്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് സ്റ്റോണൂടെ കിട്ടിയാലും ഈ സ്റ്റോൺ എടുക്കുന്നു. നമുക്കൊരു ചോറുണ്ടാക്കണം, ഇതുണ്ടാക്കണം. കുറച്ച് പണിയാണ്. ബാൽക്കണിയൊക്കെ ഉണ്ടാക്കുമല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ താജ്മഹൽ പണി സുന്ദരപ്പെട്ടണം. എല്ലാത്തിലും ആദ്യം ഒരു ശില്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിന് ഇങ്ങനെ ആയിപ്പോയി. എന്തോ ഇങ്ങനെ വളവള കിട്ടിയിട്ട് വേണം നമുക്ക് ആടിനെ തപ്പണം. നൈറ്റാവും രാവിലെ ആക്കിയാണല്ലോ നമുക്ക്. ഇനിയും പക്ഷേ ആവശ്യമുള്ളത് മരം വേണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ അകയിക്കൊണ്ടിരിക്കുക പോകത്തില്ലേ. നിങ്ങൾക്കൊരു ഇത് പോകണമല്ലോ. ഇങ്ങനെ നമ്മൾ അതുകൊണ്ട് ഈ ഏറെയുള്ള മരം മുഴുവൻ നമ്മളിന്ന് എൻജി ആക്കും. കുറച്ച് സാൻഡിൻ്റെ ആവശ്യമുണ്ട്. വിട്ടിട്ട് കുറച്ച് സാൻഡിൻ്റെ ആവശ്യമുണ്ട് ഈ പരസ്യങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ വേണ്ടി. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മൊബൈലിൽ മാത്രം ഇതെന്തോ ഇനി കയറി വരും. ഓക്കെ ഇപ്പോൾ നമ്മൾ ഈ മരം കൂടെ വെട്ടിയിട്ട് നമ്മൾ ഇതാക്കി നമ്മൾ ഈ മരം ഇതാക്കുകയാണ്. നമുക്ക്
ഇനി ബാക്കി വീട് പണി നോക്കാം ഗൈസ്. ബാക്കി വീട് പണി നോക്കിയിട്ട് വേണം നമുക്ക്. നൈറ്റൊക്കെ രാവിലെ ആക്കും ഒരു വട്ടൂടെ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇതുണ്ടാക്കണം ഗൈസ്. ബ്ലോക്സ് കുറേ അപ്പോൾ കുറച്ച് ബ്ലോക്സിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. കുറച്ചല്ല, കുറേ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാങ്ക് ആ സംഭവം ചാടി വെക്കണമെങ്കിൽ ചാടി വെക്കാൻ ടാസ്ക് ഗൈസ്. നമ്മളിതൊരു ഫ്ലോ പറ്റും ഇല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ വെക്കാനാണ് വേറെ രീതിയിൽ കയറുന്ന പ്ലാൻ. ഇപ്പം എന്ത് പ്ലാനെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എങ്ങനെയൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ മണ്ണ് കയറിച്ച് ടാസ്ക്. പക്ഷെ ഞാൻ 3ൻ്റെ അല്ലേ വെക്കുന്നത്. 1 2 ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഒരു ലെയർ, കുറച്ചുകൂടെ ലെയർ നമുക്കിനി ഉണ്ടാക്കണം. ഈ പരസ്യങ്ങളൊക്കെ എന്ത് കഷ്ടമെന്നോ ഇതാണ്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ലെയർ കൂടെ നമ്മൾ ഉണ്ടാക്കണം. ഒന്നല്ല, ഇനിയും 2 ലെയർ ഉണ്ടാക്കണം ഗൈസ്. എങ്ങനെ ഇരിക്കുന്നു? നമുക്കിവിടെ കാണാൻ ഒരു ഏണി ഉണ്ടാക്കിയാലേ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളടുത്ത ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എന്ത് കുറവാണ് ഗൈസ്. നമ്മൾ ചത്ത എവിടെ പോയി വീഴുമെന്ന് നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റ്സ് ഓഫാണ് ഗൈസ്. കോർഡിനേറ്റ്സ് നോട്ട് ചെയ്ത് ബുക്ക് ഉണ്ടാക്കി. ബുക്കിന് ഷുഗർ അവിടെ ഇപ്പോൾ ഉണ്ട്. പിന്നെയും ഗൈസ് ഒരു ലെയർ കൂടെ വേണം ഗൈസ്. ഒന്നല്ല 2-3 ലെയർ കൂടെ ഇനി ആവശ്യമുള്ളൂ. നമ്മൾ കുറച്ച് ലെയർ കൂടെ മതിയെന്ന് തോന്നുന്നു എനിക്ക്. എത്ര ആയി? ഇവിടെ 2 അടി 2 മതി. അടി 2 വെച്ചാൽ മതി അല്ലേ? അടി നമ്മൾ 2 വെച്ചാണ് വെക്കുന്നത്. 1 2 3 ഓക്കെ. 1 2 ഇവിടെ ഇനി 2 ലെയറോടെ വേണം ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിയേറ്റീവിൽ പോയിട്ട് ഒരു ഫർണസ് എടുക്കണം ഗൈസ്. സർവൈവ് ക്രിയേറ്റീവിൽ പോകണം. പിന്നൊരു പ്രശ്നം കോർഡിനേറ്റ്സ് ഓണാക്കി ഷോ. നമ്മുടെ ഹെൽത്ത് കൂട്ടുള്ളതല്ല. നമുക്കിനി ആദ്യം നമുക്ക് ഗൈസ് ഒരു ബെഡ് ഉണ്ടാക്കണം ഗൈസ്. ബെഡ് റെഡി. ഇല്ല, ബെഡ് ഇവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഗൈസ് ഇനി നമുക്കിത് വേണം ഗൈസ്. എന്തുവായിരുന്നു ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം ഗൈസ്. ഫുഡ്. വി നീഡ് ഫുഡ് ഫസ്റ്റ്. ഗൈസ് ഇത് കുറച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഗൈസ് ഇതും വെച്ച് പറന്ന് വീട് പണി
നമ്മൾ ഇരിക്കുന്ന ബ്ലോക്ക് വെച്ച് വീട് പണിയും. പക്ഷേ വീട് പറന്നിട്ട് പോയി. വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് വെക്കാം ഗൈസ്. ഇനി ഒരു ലെയർ കൂടെ മതി ഗൈസ്. ഞാൻ എന്തോ എന്തോ പണിയുന്നു ഇവിടെ. ഇങ്ങനെയുള്ളൊരു സംഭവം എന്തുവാ ആർക്കെങ്കിലും മനസ്സിലാവും. ഇതൊരു ഗോപുരം പണിയാക്കിയത്. ഇനി നമ്മൾ അകത്ത് കവർ ചെയ്യുമ്പോൾ ഇത് എത്ര ഉണ്ട്? അപ്പോൾ ഇതുപോലെ നമ്മൾ മേൽക്കൂര വരുത്തുന്ന പോലെയാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു സൈഡ് ഓക്കെ ആയി ഗൈസ്. ഇനി അടുത്ത സൈഡാണ് ഗൈസ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമില്ലാത്ത പിന്നെ പൊട്ടിച്ചു. ഇപ്പോൾ എന്തോ ഒരു അനാവശ്യം ഞാൻ ഉണ്ടാക്കി. എന്തോ സംഭവം മനസ്സിലായി. ഇനി ഇത് കണ്ടിച്ചുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്ലോക്ക് കൂടെ വെക്കണം. ഇത് കണ്ടിച്ചുകൊണ്ട് ഗൈസ്. ഇപ്പം ശരിയായി. ഇനി ഗൈസ് ഇതിനകം ഫില്ല് ചെയ്യണം ഗൈസ്. ഇവിടെ പോയി ഞാൻ വെച്ച് ഇത് ഫില്ല് ചെയ്ത് ഗൈസ്. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയാറായി ഗൈസ്. നമ്മളിത് രാവിലെ ആക്കുവാണ് ഗൈസ്. കാരണം നമുക്ക് ഈ വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് സർവൈവലിലോട്ട് പോകുന്നതായിരിക്കും ഗൈസ്. രാത്രിയാണല്ലോ ഗൈസ്. ഈ വീട് പണി കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഗൈസ്. രാത്രിയൊന്നും ചെയ്തിരിക്കണ്ട, രാവിലെ കഴിഞ്ഞോളൂ ഗൈസ്. കറക്റ്റ് ഇത് 3 വയസ്സ് ഇവിടെയാണ് വയസ്സ്. നമ്മൾ ഇവിടെ ഇതൊരു ഫർണസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ആയിരിക്കും ഗൈസ്. ഇത് നമുക്ക് ഏണി വെക്കാനാണ് ഗൈസ്. ഇവിടെ കഴിഞ്ഞ ഗൈസ്. ഇനി നമുക്ക് മേലോട്ട് ഇവിടെ എന്തുവാണോ ഇവിടെയാണ് ഗൈസ് നമ്മുടെ റൂം. ബാൽക്കണി ഉണ്ടാക്കണമല്ലോ ഗൈസ്. അത് ഞാൻ ഇവിടെ നിന്നാണ് ഗൈസ് തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ ഇത് വെച്ചു ഗൈസ്. നമ്മുടെ ബാൽക്കണിയാണ് സെറ്റാക്കേണ്ടത്. എന്തോ സംഭവം. നമ്മൾ ഇത് വെച്ചിട്ട് ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ആദ്യം ബീം യൂസ് ചെയ്ത് പണിയുണ്ട് ഗൈസ്.
ഇനിയുണ്ട് ഗൈസ്, അത് നമ്മളിപ്പോൾ പണിയുന്നില്ല ഗൈസ്. ഇത് നമ്മൾ അടുത്ത റൗണ്ടായിട്ടാണ് പണിയുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ബ്ലോക്ക് ഇതിൻ്റെ മേളിൽ കൂടെ നമ്മളിനി അങ്ങനല്ല ഗൈസ് ഞാൻ പറഞ്ഞു. ഇനിയും ഇപ്പോൾ കോർണർ ഞാൻ അറിയാതെ വെച്ചാണ് ഗൈസ്. കോർണർ പൊട്ടിക്കണം ഗൈസ്. ഫ്രണ്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ഗൈസ്, സൈഡ് ഇതാണ് ഗൈസ് എനിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ അടുത്തത്. ഈ പരസ്യം ഞാൻ കട്ട് ചെയ്ത് വിടുകയാണ് ഗൈസ്. ഇനിയിപ്പോൾ കഴിയാറായി ഗൈസ്, ഇച്ചിരി കൂടെ ഉള്ളു. ഗൈസ് കഴിയാറായി ഗൈസ്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗൈസ് ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഞാൻ പറയത്തില്ല, ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇങ്ങനെ എല്ലാ കോർണറിലും ഇങ്ങനെ പോകുന്നു. ബോറാണോ? ആണ് ഗൈസ്, ഇത് ബോറാ ഗൈസ്. ഇത് കൊള്ളാം ഗൈസ്. ഗൈസ് നമ്മൾ ചുറ്റും അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഇതാണ് ഗൈസ്. ഇനി ബാൽക്കണി പണിയാണ് ഗൈസ്. നീളത്തിലൊക്കെ ഇരിക്കട്ടെ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് ഗൈസ്. ഇപ്പോഴാണ് കറക്റ്റ് ഗൈസ്. ഇനി അകം നമ്മൾ ഫില്ല് ചെയ്യണം ഗൈസ്. ഇനി നമ്മൾ ഈ വീട് പണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുവാണ് ഗൈസ്, നമ്മളിനി ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഗൈസ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ നില. അപ്പോൾ ഗൈസ് ഇവിടെയാണ് നമ്മൾ ബെഡ് ഇട്ടു ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജനാല, വിൻഡോ, ഡോർസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വിൻഡോ ഉണ്ടോ ഗൈസ്? ഇതില്ല ഗൈസ്. ഇവിടെ വിൻഡോ അതൊന്നും ഇതില്ല ഗൈസ്. നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കാൻ പോകുന്നു. ഗൈസ് ഇത് നമുക്ക് ആവശ്യമില്ല ഗൈസ്. ഇത് നമുക്ക് വെക്കാൻ ആവശ്യമുണ്ട് ഗൈസ്. ഇത് അതിന് ഇതിൻ്റെ ഇടയിൽ വെക്കാൻ പ്ലാൻ ചെയ്തു. ഗൈസ് ഇത് നമ്മളിവിടെ വെച്ച് എനിക്ക് സംസാരിക്കുക. ഇത് പ്ലീസ് ഗൈസ് ക്ഷമിക്കൂ ഗൈസ്. ഇത് വെക്കുന്നിടം വരെ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ഗൈസ്. എന്നാലും സംസാരിക്കും ഞാൻ. ഇപ്പോൾ
ഓക്കെ ഗൈസ്, ഇവിടെ നമ്മളൊരു സ്പേസ് ഇട്ടേക്കും. ഇനി നമുക്ക് വേണ്ട ഗൈസ്, നമ്മൾ മേളത്തേലൊന്നും കതവ് വെക്കുന്നില്ല. അത് കതവ് വേണ്ട വേണം. ഗൈസ് പറഞ്ഞപ്പോൾ ഓർത്ത് ഞാൻ ഒരു കാര്യം ചെയ്യില്ല. വേണോ? ഓക്കെ, ഇത് ഓക്കെ. എന്താ ഗൈസ് ഇനി നമുക്ക് അകത്ത് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. നമുക്ക് എന്ത് എനിക്ക് ഈ ലൈറ്റ്സ് വേണം ഗൈസ്. ഇതിവിടെ തൂക്കിയാണ് ഗൈസ്. ഈ ഒരു പരസ്യങ്ങളൊക്കെ എന്താ ഗതി പിടിക്കൂടെ? ഈ ചുമ്മാ ഈ പരസ്യമൊക്കെ എടുത്ത് എന്തിനൊക്കെ പരസ്യമായി കണ്ടു ഗൈസ്. നമ്മളിങ്ങനെ പരസ്യത്തിന് തെള്ളിക്കളയും. ഇവിടെ നമ്മളിങ്ങനെ നോക്കിയാണ് ഗൈസ്. ഈ ഭാഗത്ത് വെക്കുന്നില്ല. ഇനി നമ്മൾ വെളിയിലും വെക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ രണ്ടും വെച്ച് 4 കോർണറിലും വെക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ റെഡി ആയി ഗൈസ്. ഇനി മണ്ടയ്ക്ക് വെക്കണം ഗൈസ്. ഇതുവഴി പോകും എന്ത് കഷ്ടപ്പാടെന്ന് അറിയുമോ ഗൈസ്? നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങും, ഇവിടുന്ന് പൊങ്ങും. ഇവിടുന്ന് പൊങ്ങിയാൽ നമ്മൾ എത്തത്തില്ല. ഇത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് ലാൻഡ്. അത് കഴിഞ്ഞ് ഗൈസ് വേറെ അടുത്തൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ ഒക്കത്തില്ല ഗൈസ്. ഒരു മിനിറ്റ്, ഒരു സാധനം വേണം ഗൈസ്. നമ്മളിപ്പോൾ ഇടും ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. അങ്ങാണ്ട് എനിക്ക് ആവശ്യമുള്ള സംഭവം ഉണ്ട്. അതുകൊണ്ട് ഗൈസ് വിൻഡോസും ഡോർസൊക്കെ രണ്ടെണ്ണം ഇട്ടിട്ട് വെക്കാം. ഒരു ഡോറ് മാത്രം മതി ഗൈസ്. ഗോൾഡൻ ഡോർ ഇരിക്കട്ടെ ഗൈസ്. താഴെ വെക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ വിചാരിക്കുന്ന മറ്റേ സംഭവം എന്ത് ചെയ്യും കാണുന്നില്ല ഗൈസ്. എൻ്റെ പേരെനിക്കറിയത്തില്ല. ആ സംഭവം എന്ത് ചെയ്യും? ഞാൻ കണ്ടയാണല്ലോ ഇവിടെ നന്ദി. എൻ്റെ പേര് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതാണ്ട് ഈ സംഭവം. എൻ്റെ പേരെന്തോ എന്താണ് മനസ്സിലായില്ലേ? നമ്മുടെ സംഭവം നമ്മളെടുക്കട്ടെ. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്.
നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഓക്കെ ഗൈസ്. ഇതാണ് എൻ്റെ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ് ഫസ്റ്റ് കുഞ്ഞൊരു കുഞ്ഞു വീടാണ് ഗൈസ് കേട്ടോ. കുഞ്ഞു വീടെന്നൊക്കെ വെച്ചിട്ട് ഇതൊക്കെ കുഞ്ഞ് വലുതാന്ന് പറയല്ല ആരും കേട്ടോ. നിങ്ങൾ പറയത്തില്ല, അതെനിക്കറിയാം. ഇതിനേക്കാളും വലിയ വീട് നിങ്ങൾ കണ്ടിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പം നിങ്ങൾ പറയത്തില്ല, എനിക്ക് ഉറപ്പാണ്. ഇനി നമുക്ക് വേറെ സംഭവം വേണം ഗൈസ്. വേറെ സംഭവമല്ല ഗൈസ്, ആരും ആക്രമിക്കത്തുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഒരു സ്പൈഡർ നിൽക്കുന്നു. സ്പൈഡർ അണ്ണന് വേണ്ടൊന്നുമില്ല. സ്പൈഡർമാൻ ഉള്ളൊരു കാര്യം പറയുന്നത് ചെലന്തി ഇതൊക്കെ നമ്മളിങ്ങനെ കൂടുതൽ ഓവർ ഡെക്കറേറ്റ് ഒന്നും ചെയ്യണ്ട. നമുക്ക് ഫർണസ് വേണം ഗൈസ്. നല്ലൊരു ഫർണസ് ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഫർണസ് ഞാൻ സ്ഥാപിക്കട്ടെ ഗൈസ്. ഇവിടെ 4 ഫർണസ് വെച്ചിട്ട് 4 ഫർണസ് ഗൈസ്. ഇനി നമുക്ക് വെക്കേണ്ടത് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഇനി നമുക്ക് വേറെ വേണ്ടത് ഗൈസ്, നമുക്ക് മണ്ടയ്ക്കോട്ട് കയറിപ്പോണ്ടേ, താഴോട്ട് വരണ്ടേ. സംഭവം ഇതല്ല പോലെ ഇതാണ് കറക്റ്റില്ലേ. ഇപ്പോഴാണ് ഓർത്തത് മേലെ ഒരു സംഭവം വെച്ചിട്ട്. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, എന്നാലും ഇരിക്കട്ടെ. ഇത് വേണം ഇവിടെ ഇരിക്കട്ടെ. ഉണ്ടാക്കാൻ മറന്നു പോയത്. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ ഞാൻ ഉണ്ടാക്കുക. ആവശ്യമില്ലാത്ത സാധനം ഉണ്ടാക്കിയിട്ട് എന്തിൽ പോകരുന്നു. പുകയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പുകയുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത്.
അപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നു പുകക്കുഴൽ. അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആവശ്യം ഉണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. പരസ്യങ്ങളെ കൊണ്ട് ഞാൻ തോറ്റ്. ദേവി ഇതൊന്ന് പോയി തരുമോ? അപ്പോൾ ഈ പരസ്യം വെച്ച് ലോങ് ആയിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ പറ്റിയ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇനി പുകക്കുഴലിനകത്ത് വന്ന് പുകയൊന്നും പറഞ്ഞില്ല, പുക വരണം. അപ്പോൾ അതിനുള്ള സാധനം എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ തീയെണ്ണം വരട്ടെ. അടിയിൽ പോകട്ടെ, പുകയിട്ട് ഓക്കെ ഗൈസ്. അപ്പോൾ പുകയുടെ കാര്യം സെറ്റ്. നമ്മുടെ എല്ലാ കഴിവും കഴിഞ്ഞു ഗൈസ്. ബെഡ്റൂമും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഫൈനൽ ഔട്ട്ലുക്ക് കാണിച്ചിടാം ഗൈസ്. ഗൈസ്, ഈ വീട് നൈറ്റ് കാണാനാണ് ഗൈസ് സൂപ്പർ. ഞാൻ ഒരു നൈറ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം ഗൈസ്. ഗൈസ്, നമ്മുടെ വീട് അപ്പുറത്തേക്ക് പോയി ഗൈസ്. ഒരു മിഡ് നൈറ്റ് ടൈമിൽ കാണാൻ ഒരു ഇതുള്ളൂ ഗൈസ്. ഒന്ന് ചുമ്മുണ്ടാക്കണം. നമ്മളിങ്ങനെ നടന്നു വരിക. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ രാത്രി സോംബിയൊക്കെ വരുന്നതിന് മുമ്പേ വീട്ടിൽ തോടുകല്ല ഇങ്ങനെ നമ്മൾ നടന്നു വരും. ഇപ്പോൾ ഒരു പ്രകാശം അവിടെ. നമ്മളെന്ത് ചെയ്യും? സ്വാഭാവികം ചെല്ലും. രാത്രി ഒരു ഔട്ട്ലുക്കാണ് ഗൈസ്, സൂപ്പർ ഒരു ഔട്ട്ലുക്ക്. കാണിച്ചു തരാം ഗൈസ്, ഒരു 5 മിനിറ്റ്. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ മെല്ലെ പോവുക. എൻ്റെ ഗൈസ്, നമ്മുടെ കൊച്ചു വീടാണ് ഗൈസ് ഇത്. ഞാൻ എല്ലാം കാണിച്ചു തരാം ഗൈസ്, ചുറ്റി അടന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ് എൻട്രൻസ്. ഉണ്ടോ ഗൈസ്? സംഭവങ്ങളെല്ലാം എന്തിനുണ്ടാക്കിയെന്നറിയില്ല ഗൈസ്. മരമൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ബാൽക്കണി. ഞാൻ വീടിനകം കാണിച്ചു തരാം ഗൈസ്. നമ്മൾ തുറക്കണു, കയറുന്നു. ഫർണസുണ്ട്, ചെസ്റ്റില്ല, ചെസ്റ്റ് ഞാൻ അടുത്ത് പിന്നെ വെക്കുന്നതാണ് ഗൈസ്. പിന്നെ നമ്മൾ മേളിലോട്ട് പോയ കാരണം എനിക്കെന്തോ അമ്പ് കൊള്ളിച്ച പോലെ തോന്നി. ബെഡ്റൂം ഗൈസ്, ഒരു ബെഡേ പുള്ളി, കുറച്ച് ലൈറ്റ്സ്, പിന്നെ നമ്മുടെ ലൈറ്റ് ഇടുന്നത് നമ്മുടെ ബാൽക്കണിയാണ്. ബാൽക്കണി എന്നുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അല്ലേ കേട്ടോ, പ്രത്യേകിച്ച് പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.